ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളൊരു പുതിയ വിഭവമാണ് പരിചയപ്പെടുത്തുന്നത്. വേറൊന്നുമല്ല, ബ്ലാഞ്ച്ഡ് വെജിറ്റബിൾസ്. ഇത് ബ്ലാഞ്ച്ഡ് എന്ന പദം എല്ലാവർക്കും സുപരിചിതമാവണമെന്നില്ല. ഇത് വളരെ കുറച്ച് വെള്ളത്തിൽ നമ്മൾ കുറച്ച് സെലക്റ്റഡ് പച്ചക്കറികൾ ഇങ്ങനെ സ്റ്റീം കുക്ക് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ആ ചെറിയ വെള്ളത്തിൻ്റെ ആ ഒരു സ്റ്റീമിലാണ് ശരിക്കും ആ ഒരു പച്ചക്കറികൾ വെന്ത് വരുന്നത്. ഇത് അധികം വെന്ത് പോകാത്ത രീതിയിൽ നമ്മൾ പകുതി വേവിച്ചെടുക്കുന്ന പച്ചക്കറികളാണ്. അതിനുശേഷം നമ്മൾ കുറച്ച് ബട്ടറിൽ അതിങ്ങനെ സോട്ട് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ ഇത് വളരെ ഹെൽത്തി ഡിഷാണ്. ഒട്ടും എല്ലാ പച്ചക്കറികളുടെയും വൈറ്റമിൻസ് ഒട്ടും ചോർന്നു പോകാത്ത രീതിയിലാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ ബ്ലാഞ്ച്ഡ് വെജിറ്റബിൾസ് ഉണ്ടാക്കാൻ വേണ്ടി എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇത് രണ്ട് മീഡിയത്തിനേക്കാളും ചെറുതായിട്ടായിരുന്നു ക്യാരറ്റ് ഉണ്ടായിരുന്നത്. അതിൻ്റെ അത് ഈ ഒരു വലിപ്പത്തിൽ അരിഞ്ഞെടുത്തതാണ്. പിന്നീട് ഇത് ഒരു 1/4 ഭാഗത്തോളം ക്യാപ്സിക്കം, ഇത് ചുമന്ന ക്യാപ്സിക്കാണ്. പിന്നെ വേണ്ടത് ബ്രൊക്കോളി, ഇതൊരു മീഡിയം സൈസ് ബ്രൊക്കോളിയുടെ പീസുകളാണ്. പിന്നെ വേണ്ടത് 2 മീഡിയം സൈസ് പൊട്ടറ്റോ. ഇതേ രീതിയിൽ കനം കുറച്ച്, കാരണം ഈ ബ്രൊക്കോളിയും ക്യാപ്സിക്കും ഒക്കെ പെട്ടെന്ന് വേകും. ഈ പൊട്ടറ്റോയും ക്യാരറ്റും വേകാനായിട്ട് കുറച്ച് താമസം വരും. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ അതിൻ്റെ വണ്ണം കുറച്ചിട്ട് വേണം അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഇത് മിക്സഡ് ഹെർബാണ്. ഇതിൽ നമ്മൾ ചേർത്തിരിക്കുന്നത് 1/4 ടീസ്പൂൺ, അതായത് ഈ ടീസ്പൂണിന് 1/4 ടീസ്പൂൺ മാത്രം ഒറിഗാനോ, ബേസിൽ, പാഴ്സലി, പിന്നെ 1 ടീസ്പൂൺ പെപ്പറും കൂടി നമ്മൾ ചേർത്തിട്ടുണ്ട്. പെപ്പർ നമ്മൾ ഹോം മെയ്ഡ് പെപ്പറാണ്, മിക്സിയിൽ ക്രഷ് ചെയ്തെടുത്തതാണ്. അതാണ് നമ്മൾ ഇതിൻ്റെ എരിവിന് വേണ്ടിയിട്ട് നമ്മൾ പെപ്പർ പൗഡർ മാത്രമേ ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ. പിന്നെ വേണ്ടത് ആവശ്യത്തിന് ഉപ്പ്. അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഈ പാത്രത്തിലേക്ക് ഞാൻ 1/2 കപ്പ് അളവിൽ വെള്ളം, പച്ചവെള്ളമാണ് കേട്ടോ, അത് ജസ്റ്റ് ചേർത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഈ പച്ചക്കറികൾ ഓരോന്നായിട്ട് ജസ്റ്റ് ചേർക്കാം. ഇത് ബ്ലാഞ്ച് ചെയ്തെടുക്കുകയോ ചെയ്യുന്നത്, പക്ഷെ നമ്മൾ ഒത്തിരി ബോയിൽഡ് വെള്ളത്തിൽ തിളപ്പിച്ച് ഊറ്റിയെടുക്കുമ്പോൾ അതിൻ്റെ വൈറ്റമിൻസ് ഒക്കെ നമുക്ക് നഷ്ടപ്പെടും. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ തയ്യാറാക്കി കാണിക്കുന്നത്. അപ്പം ഇതിൻ്റെ സ്റ്റീമും കൊണ്ട് ആ ഒരു പച്ചക്കറികളൊക്കെ ഇത് ഫുള്ളായിട്ട് വേവണ്ട, ഇതൊരു ഹാഫ് കുക്കിനേക്കാളും കുറച്ചും കൂടി ആയിട്ട് ഇങ്ങനെ വെന്താൽ മതി. നമുക്ക് പച്ചക്കറികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. പൊട്ടറ്റോ, ബ്രൊക്കോളി, ക്യാരറ്റ്, പിന്നെ ക്യാപ്സിക്കം. അപ്പോൾ ഇതിന് അടിഭാഗത്ത് വെള്ളമുണ്ട്. അപ്പം നമുക്കിനി ഇതിനകത്തേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കണം. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് ടൈം മാത്രമേ നമ്മൾ ഇങ്ങനെ മിക്സ് ചെയ്യുള്ളൂ. നെക്സ്റ്റ് ഇനി നമ്മൾ ഇത് ജസ്റ്റ് ഇങ്ങനെ കുടഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുക, അല്ലെങ്കിൽ ഇതെല്ലാം ഇങ്ങനെ പൊടിഞ്ഞു പോകും. അപ്പം ഇപ്പോൾ ഉപ്പെല്ലാം എല്ലാ ഭാഗത്തേക്കും യോജിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെച്ചിട്ട് ഇത് തിളച്ചതിന് ശേഷം നല്ല മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക. അതുവരെ ഹൈ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് തിളയ്ക്കണം. എന്നിട്ട് വേണം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാനായിട്ട്. നമുക്കൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇത് ഇപ്പോൾ ഏകദേശം ഒരു 7 മിനിറ്റിൻ്റെ അടുത്തായിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇത് ഇത്രയും മതി കേട്ടോ. ഇത് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതിൽ കുറച്ച് വെള്ളമുണ്ട്. അപ്പം നമുക്കിത് ഇതെടുത്ത് വെച്ചിട്ട് ഇത് നമ്മൾ വെജിറ്റബിൾ സ്റ്റോക്കായിട്ട്
ഏതെങ്കിലും കറികളിലോ അല്ലെങ്കിൽ സൂപ്പിലോ വേണമെങ്കിൽ നമുക്കിത് ആഡ് ചെയ്യാം. അപ്പോൾ സാധാരണഗതിയിൽ വെള്ളം ഇങ്ങനെ വരാറില്ല, അപ്പോൾ അത് ചിലപ്പോൾ ബ്രൊക്കോളിയുടെ വെള്ളം ഇറങ്ങിയതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ വെള്ളം കളയണ്ട കേട്ടോ, ഇതിനകത്ത് എല്ലാ വൈറ്റമിൻസും ഉള്ള വെള്ളമാണ്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെച്ചിട്ട് എങ്ങനെയാണ് ബ്ലാഞ്ച് ചെയ്യുന്നതെന്ന് നോക്കാം. പാത്രം ചൂടായിട്ടുണ്ട്, നമുക്കതിലേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ തീ വളരെ കുറച്ച് വെച്ചിട്ട് വേണം ചേർക്കാനായിട്ട്, അല്ലെങ്കിൽ ബട്ടർ കരിഞ്ഞു പോകും. ഇതിലേക്ക് ചെറുതായിട്ട് മെൽറ്റായി വരുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ആ എല്ലാ ഹെർബ്സും നമുക്കിതിലേക്ക് ചേർക്കാം. ജസ്റ്റ് ഒന്ന് ബട്ടറിൽ അതൊന്ന് സോട്ട് ചെയ്യാം. നമ്മളുടെ വീഡിയോയിലൊക്കെ നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ട് പറയാത്തത്, നമ്മൾ എല്ലാം ഭഗവാന് നിവേദിച്ച ശേഷമാണ് ടേസ്റ്റ് നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ടേസ്റ്റ് നോക്കിയിട്ട് മറ്റുള്ള വീഡിയോയിലൊക്കെ പറയുന്നത് പോലെ നമ്മൾ ഉപ്പ് കറക്റ്റാണ് അല്ലെങ്കിൽ എരിവ് കറക്റ്റാണെന്നൊന്നും പറയാത്തത് അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഭഗവാന് നിവേദിച്ച ശേഷം ആണ് എല്ലാ ഭക്ഷണ സാധനങ്ങളും കഴിക്കുന്നത്. നമുക്കിതിലേക്ക് നമ്മളുടെ വെജിറ്റബിൾസ് വേവിച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമ്മൾ തവി വെച്ച് മിക്സ് ചെയ്യരുത്, നമ്മളിത് ഇങ്ങനെ കുടഞ്ഞെടുക്കണം. എല്ലാ ഭാഗത്തേക്കും നമ്മൾ ഈ ഹെർബിൻ്റെ മിക്സ് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി കുറച്ച് തീ കൂട്ടിയിട്ടിട്ട് ജസ്റ്റ് ഇതൊന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി. ഞാൻ ആ വെജിറ്റബിളിൽ നിന്ന് ഇത്രയും വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇത് ഏകദേശം ഒരു 1/4 കപ്പോളം വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഒരു 1/4 കപ്പ് വെള്ളം എടുത്താൽ മതി കേട്ടോ. 1 മിനിറ്റ് ആയിട്ടുണ്ട്, നമുക്കൊന്നും കൂടി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. കഴിഞ്ഞു കേട്ടോ. ഇത് എല്ലാ ഭാഗത്തേക്കും മിക്സൊക്കെ നല്ലവണ്ണം യോജിച്ചിട്ടുണ്ട്. നമുക്കിതിൻ്റെ തീ ഓഫ് ചെയ്യാം. നമുക്ക് ഭഗവാനെ നിവേദിക്കാനായിട്ട് എടുക്കാം. നമ്മൾ ഭഗവാന് ഓഫർ ചെയ്തതിന് ശേഷം എടുത്ത് ഇതിലേക്ക് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടേസ്റ്റ് ചെയ്തപ്പോൾ എല്ലാ മിക്സും കറക്റ്റാണ് കേട്ടോ, ഒന്നും കൂടുതലില്ല. ഉപ്പും എല്ലാം നമ്മുടെ മറ്റുള്ള ഹെർബ്സ് എല്ലാം കറക്റ്റ് അളവിലാണ്. അപ്പോൾ ഈ അളവിൽ നിങ്ങൾ തയ്യാറാക്കി എല്ലാവരും നോക്കണം. ഇതൊരു ഹെൽത്തി ഡിഷാണ്. ബ്രൊക്കോളിയിലും ക്യാരറ്റിലും ക്യാപ്സിക്കത്തിലൊക്കെ ഒരുപാട് വൈറ്റമിൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഹരേ കൃഷ്ണ.